ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ലോങ് വീഡിയോയിലൂടെ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കാണിച്ചു തരുന്നത്. ഞാൻ ആദ്യം ഉപയോഗിച്ച സാധനം ഇല്ല, അതൊരു ഹെയർ ഡ്രൈഡർ ആണ്. അതൊരു 3-in-1 അല്ല, അതൊരു 2-in-1 ആണെന്നൊക്കെ പറയാം. എന്തായാലും സംഭവം കൊള്ളാം, പക്ഷെ ഭയങ്കര സംഭവമല്ല. നമ്മൾ മാത്രം ഒരുങ്ങിയാൽ പോരാ, നമ്മുടെ കൂടെ വന്ന കെട്ടിയവന്മാരെ നമ്മൾ ഒരുക്കിക്കൊണ്ട് വേണം നടക്കാൻ, ഇല്ലെങ്കിൽ ഇവരൊക്കെ കറുത്തു പോകും. ബിക്കോസ് ചൂടിന് ഒരു കുറവും ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ വന്നേക്കുന്നത്. എവിടെയാണ്? മൈസൂർ. ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടോണർ എന്ന് പറഞ്ഞാൽ പ്ലമ്മിന്റെ ആയിരുന്നു, പക്ഷെ അത് യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫേസിലൊക്കെ ആകെ പിമ്പിൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്യൂട്ടി ഓഫ് ജോസോണിലോട്ട് മാറിയത്, പക്ഷെ അതെനിക്ക് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫേസിന് പറ്റുന്ന ഒരു സാധനമായിരുന്നു കോസറാക്സിന്റെ പ്രൊഡക്ട്സ്. കോസറാക്സിന്റെ സ്നെയിൽ മ്യൂസിന്റെ പ്രൊഡക്റ്റ് ഓക്കെ ആയിരുന്നു, അതുപോലെ അതിന്റെ മോയ്സ്ചറൈസർ അതും എനിക്ക് ഓക്കെയാണ്. അപ്പൊ നമ്മൾ അത് രണ്ടുമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന. പിന്നുള്ള പ്രൊഡക്റ്റ് കണ്ടമാനം സാധനങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. പിന്നാണ് എനിക്ക് മനസ്സിലായത് വെറുതെ എല്ലാം കൂടെ ഉപയോഗിച്ച് എന്റെ ഫേസ് കുളവാക്കുന്നതിനേക്കാളും 2-3 പ്രൊഡക്ട്സിലോട്ട് ഒതുങ്ങുന്നതാണ് ബെറ്റർ എന്ന്. ഇനി എന്തോ ആയിക്കോട്ടെ, ഏതൊക്കെ പ്രൊഡക്ട്സ് മാറ്റിയാലും ഇതുവരെ ഞാൻ മാറ്റാത്തൊരു പ്രൊഡക്റ്റാണ് ഈ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. ഇത് ഡോട്ടർഷത്തിന്റെ ആണ്. ഇത് എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ ഓക്കെ അല്ല, കാരണം ഇത് എന്റെ ഹസ്ബൻഡിന് പറ്റുന്നില്ലായിരുന്നു, പക്ഷെ ഇത് എനിക്ക് നല്ല ഓക്കെ. ക്യാമറ ഓൺ ആണെന്ന് കണ്ട എന്റെ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും മുങ്ങും. അത് അവരുടെ ഒരു പ്രത്യേകതരം കഴിവാണ്. പിന്നെ നമ്മൾ ഇനി മേക്കപ്പ് ചെയ്യാൻ പോവാണ്. എനിക്ക് മേക്കപ്പ് ആയിട്ട് വലിയ പിടുത്തമില്ല, ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് ക്ഷമിക്കുക. അതേ ഞാൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പ്രൈമർ ആയിരുന്നു. അതുപോലെ ഞാൻ എൻ്റെ ഫൗണ്ടേഷനും നമ്മുടെ ഈ സ്ട്രോബ് ക്രീം ഇല്ലേ, അതും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കൺസീലർ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എനിക്ക് പറ്റുന്ന രീതിയിലൊരു ഐഡിയ ഉണ്ടല്ലോ, ആ ഐഡിയയിലാണ് ഞാൻ ഇതൊക്കെ ഇടുന്നത്. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാലും ഫേസിലെ പാടൊന്നും പോവരുതെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമോ? ഞാൻ അങ്ങനെയാണ്. എനിക്ക് എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് കിട്ടണം എന്നൊരു മൈൻഡാണ്. എന്നാൽ എനിക്കിതൊക്കെ വാരി വലിച്ചിടാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര ഇത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇത് അടിപൊളിയാണ്. ഇതെനിക്ക് നല്ല എന്താ പറയുക, ഇത് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ പീലിയൊക്കെ കുറച്ചും കൂടെ ഇതായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഏതായിട്ട് കുറച്ചും കൂടെ നല്ലതായിട്ടിരിക്കുന്ന പോലെ, വിടർന്നിരിക്കുന്നത് പോലെ. പിന്നെ വീണ്ടും ഞാൻ സ്ട്രോബ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കും, കാരണം ഇത് വീണ്ടും ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഗ്ലോ കിട്ടും. ഇതെനിക്ക് നല്ലതായിട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും ഒരു പ്രൊമോഷനും അല്ല, എൻ്റെ സ്വന്തം റിവ്യൂ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ ഒരു 100 കൂട്ടം പരീക്ഷണങ്ങൾ കഴിഞ്ഞാണ് ഞാൻ ഈ പ്രൊഡക്ട്സിലൊക്കെ എത്തിയേക്കുന്നത്. ടാഫിലിന്റെ മോയ്സ്ചറൈസറും നല്ലതാണ് കേട്ടോ, എനിക്ക് അതും ഭയങ്കര റിസൾട്ട് ഉള്ളതാണ്. അതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പർപ്പിളിൽ പോയപ്പോൾ ഒരു കൗതുകം കണ്ട് വാങ്ങിച്ച ഒരു എന്താ പറയുക ബ്രഷാണിത്. പിന്നെ ഞാൻ എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പൗഡർ ഇടാൻ മറന്നുപോയെന്ന് മനസ്സിലാക്കിയത്. സോറി, കോമ്പാക്ട് ഇടാൻ മറന്നുപോയത്. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ ആ കോമ്പാക്ട് ഇട്ടിട്ട് വീണ്ടും ഞാൻ ബ്ലഷും സ്ട്രോബ് ക്രീമും ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ലിപ്സ്റ്റിക്ക് മാഴ്സിന്റെ ആ ലിപ്സ്റ്റിക്ക് അത് അടിപൊളിയാണ്. മാഴ്സിന്റെ മാത്രമല്ല, റെനയുടെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, അതും അടിപൊളിയാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഏസസ് കാനഡയുടെ തന്നെ ഒരു എന്താ പറയുക സെറ്റിംഗ് സ്പ്രേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്കിത് യൂസ് ചെയ്തിട്ട് ഓക്കെയാണ്, അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് പെർഫ്യൂം, അത് മസ്റ്റാണ്. എല്ലാവരും റെഡിയായി വരുന്നുണ്ട്. ഉപ്പ ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടോ, നമ്മൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ഗീസ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ബ്ലാക്ക് കവറായിരുന്നു ഇട്ടിരുന്നത്, അപ്പോൾ കവറൊക്കെ മാറ്റി കൊടുക്കാമെന്ന് കരുതി കവറൊക്കെ മാറ്റി കൊടുത്തു. ഒരു എസ്തെറ്റിക് ഫോട്ടോ ഒക്കെ എടുക്കാനാണ് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഇനി നിങ്ങൾ എൻ്റെ ഫൈനൽ ലുക്ക് കണ്ടു നോക്കൂ ഗീസ്. അപ്പം കുറച്ചുകൂടെ കട്ടിക്ക് മേക്കപ്പ് ഇടാൻ പഠിക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ. എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ള പ്രതീക്ഷയോടുകൂടി ബൈ ബൈ.